അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് മാത്രമല്ല, ഇതൊരു 2 ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇവിടെ ആയിട്ട് എടുത്ത കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ്. അപ്പോൾ രാവിലെ ചായ ഉണ്ടാക്കുക, ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് എൻ്റെ വീട് വരെ പോകണം എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അവിടെയൊക്കെ എല്ലാവരും പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എല്ലാം ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് എല്ലാം ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട്, ഞാൻ കെറ്റില്ല കേട്ടോ ചായ ഉണ്ടാക്കൽ, വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക ചെയ്യൽ. വെള്ളം ഗ്യാസിൽ വെച്ച് തിളപ്പിക്കലില്ല, എന്നിട്ട് ചായപ്പൊടി ഇട്ട് അങ്ങനെ തിളപ്പിക്കലില്ല കേട്ടോ. ആ തിളച്ച് കഴിഞ്ഞ് അതൊരു കുത്തൽ വരുമ്പോൾ ആ ഒരു ചൊയ എനിക്കിഷ്ടമല്ല, അധികം ചായപ്പൊടീൻ്റെ കുത്തൽ കേട്ടോ. അപ്പോൾ ഞാൻ ലൈറ്റായിട്ട് ഉള്ള കട്ടന ഉണ്ടാക്കുക, അതുകൊണ്ട് അധികം ചായപ്പൊടി ഇടൂല, കുറച്ച് ചായപ്പൊടി ഇടുള്ളൂ. ഒരു 1/2 സ്പൂണ് ചായപ്പൊടിയിൽ ഞാനൊരു ജഗ് നിറയെ ചായ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പത്തിരിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പത്തിരിക്ക് ഞാൻ അടുപ്പത്ത് വെച്ച് വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ട് അതിലേക്ക് പൊടി ഇടുകയാണ് സാധാരണ ചെയ്യൽ. പക്ഷേ ഞാൻ പെട്ടെന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കെറ്റിലിൽ വെള്ളം വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒക്കെ എളുപ്പപ്പണിയാക്കാൻ വേണ്ടിയിട്ട്, ലേശം മടി പിടിച്ച ഡേയും കൂടിയാണ്. അപ്പോൾ കൂടെ തന്നെ ഞാൻ കറിയും റെഡിയാക്കുന്നുണ്ട്. ചെറുപയറാട്ടോ കറി പത്തിരിക്ക്. അപ്പോൾ കറിയും വിസിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടി ഒക്കെ സെറ്റാക്കി എന്താക്കുകയാണ് കേട്ടോ. തന്നെ ഈ പത്തിരിക്ക് കുഴച്ചെടുക്കണമല്ലോ ആ ചൂടിൽ തന്നെ, എന്നാലേ അത് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതൊരു ടാസ്ക്കാണ് കേട്ടോ, ഭയങ്കര പ്രയാസമാണ്. അത് കൈ നന്നായിട്ട് പൊള്ളും. അപ്പോൾ ഞാനത് പതുക്കെ ഇങ്ങനെ കുഴച്ച് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പത്തിരികളൊക്കെ ഓരോന്നായിട്ട് പരത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് പെട്ടെന്ന് ഞാൻ ചുട്ടെടുക്കും കേട്ടോ. പത്തിരിയൊക്കെ പരത്തി കല്ല് ചൂടാകാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പത്തിരിക്കല്ല് ചൂടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. തീയൊക്കെ നല്ലോണം കത്തിച്ചിട്ട് നിൽക്കുക. അപ്പോൾ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് അംജൂട്ടൻ കാർട്ടൂൺ കണ്ടിരിക്കുക കേട്ടോ. പത്തിരി തിന്നായിരുന്നപ്പം ഇട്ട് കൊടുത്ത കാർട്ടൂണാണ്. അപ്പോൾ പിന്നെ അത് ഓഫാക്കാൻ സമ്മതിക്കൂല, പിന്നെ ഭയങ്കര വില്ലത്തരം കാട്ടും ഓഫാക്കാൻ ഒരുങ്ങുമ്പോൾ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കൂടി കണ്ടോട്ടെ എന്ന് വിചാരിച്ച് അപ്പോഴത്തേനും ഉള്ളിയൊക്കെ പൊളിച്ച് ഉച്ചക്കൊക്കെയുള്ള ഫുഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുതിര ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്, തക്കാളിക്കറിയും പിന്നെ ചോറ്. ഞാൻ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെക്കും കേട്ടോ. അപ്പോൾ അതും ആ പണി പെട്ടെന്ന് കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യൽ കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഞാൻ ഊറ്റി.
അങ്ങനെ ഞാൻ എൻ്റെ വീടെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീടെത്തിയിട്ടുണ്ടായിരുന്നു വെള്ളേരി. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ റീൽസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊരു വിജനമായിട്ടുള്ളൊരു പറമ്പുണ്ട് കേട്ടോ, ചെമ്പറമ്പ് എന്ന് പറയും. അവിടെ ഒരുപാട് പിള്ളേർ സെറ്റൊക്കെ കളിക്കാനൊക്കെ വരലുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് റീൽസ് എടുക്കാമെന്ന് പറഞ്ഞ് എന്നെ വലിച്ച് പിടിച്ച് കൊണ്ടുപോകുക കേട്ടോ. എനിക്ക് പോകാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, പക്ഷേ അനക്കാക്കെ പിടിച്ച് വലിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ. ഈ ഒരു ചെരുപ്പുണ്ടല്ലോ, ഇതിലൊരു കഥ പറയാണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ആ നിച്ചുട്ടിൻ്റെ ചെരുപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചു. വലിയ പ്രതീക്ഷയിൽ പോയതാണ്. പിന്നെ റീൽസും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അങ്ങനായി അവസാനം. കിട്ടുമോ? പാട്ട് പാട് നിങ്ങൾ കേൾക്കില്ല സെറ്റ്. ഗൈസ്, നമ്മൾ ഇന്ന് ചെമ്പറമ്പക്ക് പോകാൻ പോയിരുന്നാണ്. അപ്പം ചെമ്പറമ്പ് എന്ന് പറഞ്ഞാല് ഒരു ഭാഗമാണ്. ഇത് നിരന്നിട്ടുള്ള സ്ഥലമാണ്. നല്ല രസം അവിടെ നിൽക്കാന്. ഞാൻ അതിനു വേണ്ടിയാണ് ഞാൻ അവിടെ അമർന്ന് ഇരിക്കാനും വേണ്ടി. പപ്പ ഡോർ ലോക്ക് ചെയ്തോ? ഓനവിടെ തുറക്കാറുണ്ട്. അപ്പോൾ എന്താ, നമുക്ക് ചെമ്പറമ്പക്ക് പോവാട്ടോ. ചെമ്പറമ്പക്ക് പോണതിന്റെ വഴിയാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി വെയിലും അടിപൊളി എല്ലാം ഉണ്ട്. നല്ല സുഖമുള്ള ഒരു സാധനം. ക്യാമറയിൽ തന്നെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. മൊത്തത്തിൽ
കണ്ടിട്ട് നോക്കാം. സഞ്ജു ബേബി ഉണ്ട് നമ്മളപ്പം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടത്. ബേബി നല്ല കുട്ടിയാ, എനിക്ക് ഭയങ്കര പിടി. നമ്മള് പോണതിന്റെ വൈക്കലാണ്. മെച്ചിന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി. ഈ ലോറൻ ലോക്കാക്കിയോ പപ്പ? എല്ലാ ലോറും ലോക്കാക്കിയില്ലേ? കാണാൻ പോവാണ്. ഉമ്മച്ചി അവിടെ വർത്താനം പറയുന്നത് എടുക്കുകയാണ്. കണ്ടോ ഗൈസ്, അവിടെ ഉണ്ട് വർത്താനം പറയാൻ ഉമ്മച്ചിന്റെ ഫ്രണ്ട്സിനോട്. പപ്പ പപ്പ ഹായ് പറയൂ. ഗൈസ് എനിക്കൊരു ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഒലക്ക ഇൻസ്റ്റഗ്രാം ആണ്. ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകുക ഗൈസ്. അത് ഉമ്മ കട്ട് ചെയ്യൂല, കാരണം അതെന്റെ പ്രൈവറ്റ് അല്ല. പഞ്ചിട്ട് ബേബി ഇതാ കാലൊക്കെ ഇവിടെ ഇങ്ങനെ കയറ്റി വെച്ച് അലമ്പായിട്ട് ഇരിക്കുകയാണ്. ഉമ്മച്ചി വരുന്നത് കണ്ടോ? ഉമ്മച്ചി ഇതാ വരുന്നത് ബിബിയാട്ടാന് വേണ്ടി. അയ്യോ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ള ചെമ്പാർമ്പക്ക് നമ്മൾ പോവാണ് ഒരു റീൽ എടുക്കാനും വേണ്ടി. ഉമ്മച്ചിക്കാണ് നമ്മൾ ചെമ്പാർമ്പക്ക് പോകാം. പോകാം. ഇവിടെ മുട്ടുണ്ട് ഗൈസ്, മുട്ട് ഭയങ്കരമായിട്ട് മുട്ട്. ഞാൻ ഇവിടുന്ന് ഓൾ ഇഞ്ചോടൊന്നും നിൽച്ചു പണ്ട് എനിക്ക് അവിടെ ഓൾ ഇഞ്ചോടൊക്കെ എത്തും. ഇഞ്ചോടൊക്കെ വിരുന്നക്കാരില്ലേ? ഇവിടെ വണ്ടിയിൽ കുലുക്കായോണ്ടാട്ടോ ഗൈസ് നമുക്ക് ശരിക്കും ഉണ്ടാവും ഗൈസ്. പോണ വൈക്കലാണ് ഗൈസ് ഈ നടക്കുന്നത്. ഭയങ്കര കുലുക്കുണ്ട്, റോഡൊക്കെ നാശമാണ്. വണ്ടി പോവാണ്. അടിപൊളി സ്ഥലമായിട്ടോ. നമ്മള് കുന്നത്തേക്കാട്ടോ പോന്നെ. ഇത് കുലുങ്ങിട്ടാ കിട്ടുന്നത്. അടിപൊളി സ്ഥലമാണ്. പ്ലേസ് ഒക്കെ നല്ല അടിപൊളി. പപ്പ ഇവിടുന്ന് ഞാൻ ഫ്രണ്ട് എടുക്കാം. ഇല്ല അത് ഓഫാക്കട്ടെ, ഓഫാക്കിട്ടോ. ബേബി കുഞ്ഞ് അങ്ങനെ ബേബിക്ക് ഇവിടെ ഇഷ്ടാ, ഇവിടെ ഇഷ്ടാ ബേബിക്ക് കൂടെയാണ് തറവാട്ടിൽ പോവുക. ഇവിടെ വൈബാണ്. വൈബ് ഫുൾ വൈബ് സാർ. ഞാൻ തിരിച്ചു പോരില്ല എല്ലായിടത്തും ഇറങ്ങട്ടെ പപ്പ. പോയി വരുന്ന വീഡിയോ അഞ്ചുട്ടാ നമ്മളിപ്പോ ഇവിടെ ചെമ്പാർമ്പിലാണോ? ആ കാറില് ബൂം ബൂം പോവുക. പോയി വരുന്ന പോകുന്നു ദൂരേക്ക്. അങ്ങനെ ഞങ്ങൾ റീൽസ് എടുക്കാനുള്ള തത്രപ്പാടിലാണ് ഗൈസ്. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അനക്കാക്കയും ചെയ്തില്ല, അനക്കാക്ക ഉദ്ദേശിക്കുന്ന പോലെ ഞാനും ചെയ്തില്ല. അങ്ങനെ അവസാനം അനക്കാക്കനോട് തെറ്റിപ്പോയി ഗൈസ്. എനിക്കും മതിയായി. അങ്ങനെ ഞങ്ങൾ റീൽസ് ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചു പോരേക്ക് തന്നെ പോയി.
അപ്പോൾ ഇത് നല്ല രസമുള്ളൊരു പറമ്പാട്ടോ, നല്ല രസം. അവിടെ കുറേ പിള്ളേരെ സെറ്റൊക്കെ കളിക്കുന്നുണ്ട്. ഈ വണ്ടി ഓടിച്ച് പഠിക്കാനൊക്കെ കുറേ ആൾക്കാർ അങ്ങോട്ടൊക്കെ വരലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു സ്ഥലമാണ്. ഒരുപാട് സ്ഥലങ്ങളുള്ള ഓടിക്കാനൊക്കെ പറ്റിയ, വണ്ടി പഠിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇത് കണ്ടോ, ആകാശമൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കണത്. അഞ്ചൂട്ടൻ അവിടെ ഒരു ചാകരനേനു കേട്ടോ. അവിടെ ഓടി കളിച്ച് നടക്കുക. പക്ഷെ അധികം ഓടാനും പറ്റില്ല, പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവിടെ. ഇദ്ദേഹത്ത് കണ്ടോ, കുറേ പിള്ളേരെ സെറ്റൊക്കെ അവിടെ കളിക്കണം. ആ തലക്കെന്നൊരു കാറ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അത് അനക്കാക്കേട്ടോ. അങ്ങനെയല്ല, അതായത് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. വണ്ടി ഓടിച്ച് ഇങ്ങനെ വളച്ച് വരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു തരിക. അപ്പോൾ അങ്ങനെ റീൽസൊന്നും കിട്ടാത്ത സന്തോഷത്താൽ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലൊക്കെ എത്തി ഞങ്ങൾ തിരിച്ച് കോഴിക്കോട്ടേക്ക് പോവാണ് കേട്ടോ. പിന്നെ അഞ്ചൂട്ടന് കാറിനും വേണ്ടി പീ പറയാം. ഓന് കാറ് എന്ന് വെച്ചാൽ ഓൻ്റെ ജീവൻ്റെ ഒരു ഭാഗം. അതൊരു കവറിൽ നാളെ വരണം കേട്ടോ. നാളെ മമ്മക്കും ചുമ്മ നാളെ വരുവോ? അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം. അലൈക്കും അസ്സലാം. അമ്മമ്മ അങ്ങോട്ട് വെച്ചോണ്ട് കേട്ടോ. ഒരു ഉമ്മയും കൂടി ഇവിടെ ഇവിടെ ഒരു ഉമ്മ വെടി വെടി. അങ്ങനെ ഞങ്ങളെല്ലാവരോടും സലാം പറഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ പോരുക. ഞങ്ങൾ പോരുമ്പോൾ അതുവരെയുള്ള സന്തോഷമൊക്കെ പോവും. ഈ ചുട്ടിക്ക് ഭയങ്കര വിഷമമായി. അവളിങ്ങനെ അവിടെ നിൽക്കും കേട്ടോ. അത് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പോൾ ചുട്ടൻ പോണ വിഷമത്തിലും ഞാൻ പോണ വിഷമത്തിലും ഈ ചുട്ടി അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ, പോണത് നോക്കി. മാങ്ങൂല മാങ്ങൂല മാങ്ങല്ല കുഞ്ഞു മുട്ടായി കഴിക്കാൻ ഇല്ല, മുട്ടായി വാങ്ങി കൊണ്ടുവരില്ല. കൊണ്ടുവരില്ല. ഇനി മുട്ടായി ഇല്ല. ഇനി മുട്ടായി തരൂലേ? ഇനി മുട്ടായി കൊണ്ടുവരൂല. കുഞ്ഞുട്ടാ കുഞ്ഞുട്ടാ തരൂല മുട്ടായി. അപ്പോൾ ഗൈസ്, ഞങ്ങൾ വീട്ടിലൊക്കെ പോയി തിരിച്ചു വന്ന് എനിക്ക് കുറേ ദിവസമായി അങ്ങനെ തലവേദന എടുക്കുന്നു കേട്ടോ. എന്തെങ്കിലും ചെറിയൊരു കാര്യം വരുമ്പോഴത്തേനും തലവേദന എടുത്ത് ഒരുപാട് പെയിൻ കില്ലർ കഴിച്ച് മതിയായി. എനിക്ക് ഭയങ്കര തലവേദന പറഞ്ഞാൽ യാത്ര ചെയ്യാനും പിന്നെ ഇതിൽ നോക്കാനും വെളിച്ചത്തിൽ നോക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. കണ്ണിനും തലക്കും ഒക്കെ പ്രശ്നം കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കണ്ണ് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ണിന് പ്രശ്നമൊന്നുമില്ല. അത് ആദ്യത്തെ പവർ തന്നെ കേട്ടോ, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പവർ തന്നെ. പിന്നെ തല ENT കാണിക്കാൻ അവിടെ നിന്ന് പറഞ്ഞു.
അങ്ങനെ ഈ ഹോസ്പിറ്റലിലും പുറത്ത് ചെരുപ്പ് ഊരി വെക്കണം കേട്ടോ. അങ്ങനെ ചെരുപ്പ് അയച്ചു വെച്ചതാണ് എനിക്ക് പണി കിട്ടിയത്. അപ്പോൾ ചെരുപ്പ് ആരോ അടിച്ചു മാറ്റി കൊണ്ടുപോയി ഗൈസ് ഹോസ്പിറ്റലിൽ നിന്ന്. അങ്ങനെ തിരിച്ചു വന്നപ്പം ചെരുപ്പില്ല. അപ്പോൾ ഞാൻ അകത്തുനിന്ന് ഇടുന്ന ചെരുപ്പ് ഇട്ടിട്ട് പോയതിന് കേട്ടോ കുഴിനകം കാരണം. അപ്പോൾ ഷോപ്പിൽ ഇറങ്ങി ഉപ്പ വേറൊരു ചെരുപ്പ് മേടിച്ച് തന്നു. അല്ല ഇതെന്താ മുയ്യനെ അഞ്ഞൂട്ടിനെ കാണാനില്ലല്ലോ, എവിടെയാണ് അപ്പോ? എവിടെയാണ്? കൊട്ടൻ്റെ ഉള്ളിലോ? കയറിയാ നോക്കട്ടെ, വിളിച്ച് നോക്കട്ടെ. കയറിയ നോട്ടെ, കയറിയ ഉമ്മച്ചിൻ്റെ അഞ്ചുട്ടയുടെ അഞ്ചുട്ട 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 ഉമ്മച്ചിക്കൊരു കുഞ്ഞു അഞ്ചുട്ടുണ്ടായി, നീ കാണായ. ഇട വരണേ കൊട്ടൻ്റെ ഉള്ളിൽ കയറി കുത്തിയിരിക്കുന്ന അഞ്ചൂട്ട് അതാ വരുന്നേ. ചീച്ചിക്കുട്ടി, അയ്യയ്യേ അയ്യയ്യേ, അതിൻ്റെ ചുണ്ട് കണ്ടോ? ചീച്ചി ചുണ്ടായാണ് കുറുക്കുറു പറഞ്ഞിട്ട്. ആ ഓയ് ഇവിടെ കാണുന്നില്ല, കാണുന്നില്ല, അഞ്ചുട്ടനെ കാണുന്നില്ല. കൊട്ടയില് വീണ്ടും കയറി. എന്നാ ഐ ലവ് യു. ഉണ്ട് പാനിപൂരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പാനിപൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൂരി ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൂരി. അപ്പോൾ ഇത് പൊരിച്ചെടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ പാനിപൂരിക്കുള്ള പാനി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുണ്ടാക്കലും എടുക്കലും കൂടി കഴിയണില്ല. അപ്പോൾ ഞാനതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്കുള്ള മസാലയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, പാനിയും മധുരപ്പാനിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ പൂരി പൊരിച്ചെടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ പൂരി. ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് കുറച്ചേ ഉള്ളൂ, 250 അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് പൊരിച്ചാൽ തന്നെ അത്യാവശ്യം നല്ലോണം ഉണ്ടാവും, ഒരു 50 എണ്ണമൊക്കെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാനിത് അയച്ച് പൊരിക്കാൻ നോക്കട്ടെ. ഇത് കണ്ടോ, പൊട്ടറ്റോ ചിപ്സിനെ പോലെ ഇങ്ങനെ ഭയങ്കര നൈസായിട്ടല്ല, ഭയങ്കര കട്ടിയായിട്ടുമല്ല, അങ്ങനെ ഉള്ളൊരു ചിപ്സ് പോലെ കേട്ടോ. അത് പൊരിച്ച് കഴിഞ്ഞാൽ നല്ലോണം വീർത്ത് പൂരിയായിട്ട് വരും. അടിപൊളി കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ പൊരിച്ചെടുക്കുന്നത് കാണിച്ചു തരാം.
നന്നാവേണ്ട ഇനിയും കുറച്ചുകൂടി നാല് നന്നായിരിക്കുന്നൊന്ന് നോക്കുക. ഉണ്ട്. അഭിപ്രായം വന്നില്ല. നന്നായിരിക്കുന്നു. പക്ഷെ എനിക്കത് അത്രയാ. നീ വരുന്നോ? ഞാൻ പോരുന്നുണ്ട്. നീ ഓരും വല്ലാണ്ട് വരും. അഞ്ചൊട്ടന്നെ തീറ്റും കൊടിയും ഒക്കെ കഴിഞ്ഞും കാഞ്ഞും ഒക്കെ ആയി നമ്മളേക്ക് 12:30 ആകുമ്പോഴേക്ക് പോകണം. ഓൻ്റെ അറക്കിൻ്റെ ടൈമാ. അത് ഞാൻ വരും. ഓരോന്ന് ഒന്നിക്കലോ അവനിങ്ങനെ വല്ല അടിച്ച് ചെറിയ നടത്താൻ. ആ ഹലോ, അനിയല്ലേ വേറെ ആരാ നോക്കി? ആര് വന്നാലും ഞാൻ പാനിപ്പൂരി കൊടുക്കും. ടേസ്റ്റ് ഓരും പറയണമല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ പാനിപൂരി എല്ലാം കഴിച്ച് അംജൂട്ടൻ നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയേക്കുക കേട്ടോ. ഓൻ്റെ ജീപ്പ് എടുത്തിറങ്ങാൻ കണ്ട ടൈം അത് രാത്രി 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഓനങ്ങനെ ഇതിൽ ഓടിക്കാമെന്ന് വിചാരിച്ച്. രാത്രി ആരുടെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ലല്ലോ, ഓനെവിടേക്ക് ഇറങ്ങി ഓടുകയില്ല. അപ്പോൾ പിന്നെ കുറച്ച് സമയം ഓനെ ജീപ്പിലിരുത്തി ഓട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ.
കുഞ്ഞുടെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, അസ്സലാമു അലൈക്കും.